ഇതിൽ വന്ന അടുത്തൊരു ചോദ്യം എനിക്ക് തോന്നുന്ന ഈ ചോദ്യം നമ്മൾ അതുപോലെ തന്നെ വായിക്കാമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ജ്യേഷ്ഠൻ ഒരു മാനസിക രോഗിയാണ്. മുമ്പ് ജോലിക്കൊക്കെ പോയിരുന്നു. രോഗത്തിൻ്റെ അവസ്ഥ മൂലം മറ്റുള്ളവരുമായി യോജിച്ചു പോകില്ല. പുള്ളി വിവാഹം കഴിച്ചു, കുട്ടിയുണ്ട്. ജോലിക്ക് പോയി കുടുംബം നോക്കാത്ത കാരണത്താൽ ഭാര്യ അവരുടെ വീട്ടിലാണ്. ഇടയ്ക്കൊക്കെ വരുമെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടും, ചിലപ്പോൾ മർദ്ദിക്കുകയും ചെയ്യും. ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ രോഗവിവരം മറച്ചു വെച്ചാണ് വിവാഹം കഴിച്ചത്. ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. അന്ന് ദീനിയായ ജീവിതമല്ലായിരുന്നു. ഇപ്പോൾ വളരെ വിഷമമുണ്ട്. ഒരു വഴി പറഞ്ഞു തരാമോ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതെന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ വിവാഹത്തിന് മുമ്പുള്ള രോഗങ്ങൾ, പ്രശ്നങ്ങൾ അത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇണയോട് പറയേണ്ടതുണ്ടോ പറയേണ്ടതില്ലേ എന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. അതൊരു പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് വരനോട് പറയണോ, ആൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് വധുവിനോട് പറയണോ, കുടുംബങ്ങളോട് പറയണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു വൈവാഹിക ജീവിതത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിന് തടസ്സമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയണം. ഇപ്പോൾ ഒരു സ്ത്രീയാണ്, അവളുടെ ശരീരത്തിന് എന്താണ്, ഒരു ഭർത്താവിന് ശാരീരികമായി അവൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെങ്കിലും അവളുടെ സ്കിന്നിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മാരകമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അറിയിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാകുന്ന ഇത്തരം മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ സ്വാഭാവികം പറഞ്ഞതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കണം. പറഞ്ഞിട്ടു നടക്കുന്ന ബന്ധങ്ങളെ നിലനിൽക്കും. പറയാതെ മറച്ചു വെച്ചാൽ അറിയുന്നതോടുകൂടെ എന്ത് ചെയ്യും? ഒരു ഡൈവോഴ്സ്. അപ്പോൾ ഇവരുടെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാകും. കാരണം വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ വിവാഹം സ്വാഭാവികമായി എന്ത് ചെയ്യും? വഴിപിരിയും. അപ്പോൾ അതുകൊണ്ട് പറയലാണ് ബുദ്ധി എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പം ഇവിടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രദറിനെ കുറിച്ചാണ് പറയണത്, ആങ്ങളെ കുറിച്ചാണ് പറയണത്. അതെ, വിവാഹം കഴിച്ച അതെ, അവർ വേണത് തന്റെ ആങ്ങളെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു. സ്വാഭാവികമായും എന്താ വെച്ചാൽ അവൻ മാനസിക രോഗിയാണ്, അത് പറയാതെയാണ് ഞങ്ങൾ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവർക്കൊരു കുറ്റബോധമുണ്ട്. എന്ത്? ഇത് പറയേണ്ടതായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും അവർ പറയേണ്ടതുണ്ട്. ഏതായാലും വിവാഹം കഴിഞ്ഞു, ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതില് ഒരു കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടെങ്കിൽ അയാളിൽ നിന്നും തന്നെ വിവാഹമോചനം ചെയ്ത് തരണം എന്ന് തൊലാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഹുൽ ഉണ്ടല്ലോ, അതിപ്പോൾ ഈ പെൺകുട്ടി നടത്തുന്നതിന് ഒരു വിരോധവുമില്ല. പക്ഷേ വിവാഹങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഈ ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താണ്, ഒന്നിച്ചു പോകാൻ പറ്റുമോ എന്ന് തന്നെയാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ അറിവ് ഇന്ന് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത മാനസിക പ്രശ്നങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റാവുന്ന ചികിത്സകൾ കണ്ടെത്തി അയാളെ ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കി ശരിയാക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടണം. അതല്ല ഒരു നിലക്കും പറ്റാതെ വരികയാണെങ്കിൽ അവൾക്ക് മാറി നിൽക്കുന്നതിനും അവരുടെ തൊലാക്ക് ആവശ്യപ്പെടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി ഒരു നല്ല വിവാഹ ജീവിതം നയിക്കാനുള്ള അവസരം ആ സഹോദരിക്ക് ഉണ്ടാവട്ടെ എന്ന്.